അപ്പോൾ എങ്ങനെയാ ഇന്ന് നമുക്ക് പുതിയ യൂണിഫോം എടുക്കാൻ മാലിയേക്ക് പോയാലോ? കുവൈറ്റ് സിറ്റിയാണ് ഈ സ്ഥലം. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ ബസ്സിനാണേ പോകുന്നത്. ചാടി ബസ്സിൽ കയറി 51ാമത്തെ നമ്പർ ബസ്സിലാണ്. ടിക്കറ്റും എടുത്തു. അത് കഴിഞ്ഞ് സൈഡ് സീറ്റിൽ കയറിയിരുന്നേ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാം. വീഡിയോസ് നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. അപ്പോഴാണ് ഗൈസ് ആ സത്യം മനസ്സിലാക്കുന്നത്. ഈ ബസ്സിൽ ഞങ്ങൾ 3 പേരും മാത്രമായി. ഞങ്ങൾ 3 പേരും ഡ്രൈവറും മാത്രമേ ഉള്ളൂ ഗൈസ്. ഞങ്ങളെ കൊണ്ടുവരാനായിരുന്നു അബ്ബാസിയെന്ന് ഈ ബസ് ഇങ്ങോട്ട് പോകുന്നത് എന്നൊരു ചിന്തയായിപ്പോയേ. അത് കഴിഞ്ഞപ്പോൾ തന്നെ മാലിയയിലെത്തി. ഒരു 20 മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. മാലി എത്തി എന്നെങ്ങനെ മനസ്സിലായേ? ഈ കാണുന്ന ഓവർ ബ്രിഡ്ജ് കണ്ടിട്ടാണ്. ഈ സ്ഥലം വളരെ ഭംഗിയുള്ളൊരു സ്ഥലമാണ്. അപ്പോഴാണ് ഗൈസ് ഇത് ശ്രദ്ധയിൽപ്പെട്ടത്. ആ ചേട്ടൻ അതിൻ്റെ ഉള്ളിൽ ഇരിക്കണ കണ്ടിട്ട് എൻ്റെ കാല് തരിച്ച് കയറുമായിരുന്നു. എന്താണല്ലേ. അത് കഴിഞ്ഞ് ഗൂഗിൾ മാപ്പ് ഇട്ട് ഞങ്ങൾ നേരെ ഷോപ്പ് തപ്പി നടപ്പായേ. പോകുന്ന വഴി അവിടുത്തെ രാജാക്കന്മാരുടെ ഫോട്ടോയൊക്കെ വെച്ച മോളും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഷോപ്പിലെത്തി. പുറമേന്ന് കാണുമ്പോൾ ഭയങ്കര ഭംഗിയൊക്കെയാണ്. അകത്ത് കയറിയപ്പോൾ ഒരു കളക്ഷൻസും ഇല്ല. എല്ലാം ഫിനിഷായി. നഴ്സുമാരെല്ലാം വാങ്ങിച്ചുകൊണ്ട് പോയി എന്നാണ് പറഞ്ഞത്. പിന്നെ തൽക്കാലത്തേക്ക് ഒരു ജോഡി യൂണിഫോം ഈ കളറാണേ വാങ്ങിച്ചത്. അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരുപാട് ചായക്കടകളുണ്ടായിരുന്നു. ചായ പിന്നെ നമുക്ക് മസ്റ്റ് ആയതുകൊണ്ട് അടുത്ത ചായ കുടിക്കാൻ കയറി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഫിസിയുടെ +2 ഫ്രണ്ടാണ് ഇത്. അവർ കുറേ വർത്തമാനങ്ങളും ചിരിയും തമാശയൊക്കെ ആയിട്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിച്ചത്. ഞങ്ങളെയും പരിചയപ്പെടുത്തി. ഞങ്ങൾ എന്താ വാങ്ങിച്ചതെന്ന് വെച്ചാൽ പാനിപ്പൂരിയാണ് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. എനിക്കിഷ്ടപ്പെട്ടു. അതുകൂടാതെ ഗോബി മഞ്ചൂരിയും ഒരു പ്ലേറ്റ് ചിക്കനും വാങ്ങിച്ചു. എല്ലാം കഴിച്ചു. ആസ്വദിച്ചിരുന്ന് കഴിക്കാനുള്ള സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് കഴിച്ച് പുറത്തിറങ്ങിയപ്പോഴത്തേക്കും ഓൾറെഡി നൈറ്റായിരുന്നു. നൈറ്റിലെ ലിബറേഷൻ ടവർ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നേ. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. തൊട്ടടുത്ത് സ്റ്റാർബക്സിൻ്റെ ഒരു വലിയ ബിൽഡിങ്ങും ഉണ്ടായിരുന്നേ. അതിൻ്റെയും ഫോട്ടോ എടുത്തു. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് നടന്ന് തിരിച്ചു പോരുകയായിരുന്നു. വന്ന വഴി തന്നെ തിരിച്ചു പോകുന്ന സമയത്ത് അവിടെ ആ റെസ്റ്റോറൻ്റൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ. ആ റെസ്റ്റോറൻറ്റിൻ്റെ അവിടെ ഒരു അടിപ്പൻ ലംബോർഗിനി കണ്ടാൽ വിടുമോ? നമുക്ക് ഫോട്ടോ എടുക്കാണ്ട് വീഡിയോ എടുക്കാണ്ടും പോരാൻ പറ്റും. അങ്ങനെ അവിടെ നിന്ന് ഫോട്ടോ എടുത്തു. തിരിച്ച് പോരാൻ വേഗം വായോ, എനിക്ക് നൈറ്റിന് പോകാനുള്ളതെന്നാണ് ഞാൻ ഈ പറയുന്നത്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ബസ് കയറി ഫ്ലാറ്റിലെത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ.